ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പം രാവിലെ 8:30-ക്കാണ് നമുക്ക് കുർബാന തുടങ്ങുന്നത്. ഇന്നെന്താണെന്നറിയില്ല, പതിവിലും നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുർബാന തുടങ്ങി പകുതിയാകുമ്പോൾ ചെല്ലുന്ന ആൾക്കാരിൽ 2 പേരാണ് കേട്ടോ, ഞാനും കുഞ്ഞൂസും. ഇന്നെന്തോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബസ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ബസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ഈ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടാറേ ഇല്ല. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ബസ്സുണ്ട്, ആ ബസ്സാണ് നമുക്ക് കൂടുതലും കിട്ടാറ്. അതിനാണ് നമ്മൾ പോകാറ്. അപ്പോൾ കുഞ്ഞൂസതേ അവിടെ ഇരിപ്പുണ്ട്, ഞാനിപ്പുറത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ വരദൂരിൽ നിന്ന് കരണിയിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് അവൾക്ക് സ്നാക്സ് വാങ്ങുകയാണ്. അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് നടന്നു പോകുകയാണ് കേട്ടോ. അവൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരദൂരിൽ നിന്ന് കരണി വരെ 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അവൾ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി വൈകുന്നുള്ള ഒരിതിൽ അവൾ ഓട്ടുന്ന ഓട്ടമാണ് കേട്ടോ. വൈകിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് തന്നെ തുടങ്ങാനാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ പള്ളിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് വരുന്നേ ഉള്ളൂ. ഇതാ ക്രിസ്തുരാജ ദേവാലയം, കരണി, മാനന്തവാടി രൂപത. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. കുഞ്ഞി പള്ളിയാണ്, കുറച്ച് കുടുംബാംഗങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. അങ്ങനെ കുർബാനയൊക്കെ തുടങ്ങി. കുർബാന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നൈസായിട്ട് ഞാൻ ആദ്യം ഇങ്ങ് ഇറങ്ങിപ്പോന്നു കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടൈം. കട്ട പോസ്റ്റിംഗ് ആണ് കേട്ടോ. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ നമ്മളവിടെ ഇരുന്നെടുത്തിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ് കൊച്ചിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് അവരുടെ വേദാടം കഴിയുന്നവരെ ഞാൻ പള്ളിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് ചില ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് വരും. അല്ലെങ്കിൽ എന്തുകൊണ്ടെടുക്കും, ഇങ്ങനെ അവിടെ ഇരിക്കും. അപ്പം ഞാൻ തേൻമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പിന്നെ കൽക്കണ്ടം ഉള്ളതുകൊണ്ട് അതെനിക്ക് പല്ലൊക്കെ കഴിക്കാൻ പല്ലിനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാനത് തുപ്പിക്കളഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ലച്ചു പള്ളിയിലെ വേദാടമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെന്ത് പണിയെടുത്തു, നേരെ പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ബസ്സിനും തിരിച്ച് അങ്ങോട്ടേക്ക് എന്താ പറയുക നടന്നുമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഓടുകയാണ്. അവളങ്ങ് പോകുന്നുണ്ടപ്പോഴേക്കും ഞാൻ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പം ഞങ്ങളെന്തെടുത്തു, അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഷാൾ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓടുന്നതാണ് കേട്ടോ. അവൾ ഓടുന്നു, പുറകെ ഞാൻ ഓടുന്നു. വേഗം എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഓടുന്നതാണ് കേട്ടോ. അങ്ങനെ ഊട്ടി അവിടെ എത്തിയപ്പോൾ തന്നെ അവൾ മടുത്തിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞു പിന്നെ അമ്മ പോയി എടുത്തു, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു. ഞാൻ പിന്നെ അങ്ങനെ പോയി എടുത്തു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷാൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷാളാണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഷാൾ ഞാൻ വീണ്ടും വന്നെടുത്തില്ല. പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിക്കുള്ളായിരുന്നു. അങ്ങനെ എടുത്ത് ഇതെന്താണെന്ന് വെച്ചാൽ ഈ പകുതി അങ്ങോട്ട് എത്തിയപ്പം വെയിലാവുമ്പോൾ ഞാനിങ്ങനെ തലയിൽ ഷാൾ ഇട്ടിട്ടാണ് നടക്കാറ്. അപ്പോൾ നോക്കുമ്പോൾ ഷാൾ തപ്പിയപ്പോൾ കണ്ടില്ല. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നത് ഷാൾ എടുത്തിട്ടില്ല, അതവിടെ വെച്ച് മറന്നുപോയിന്ന്. പിന്നെ അവളാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലുള്ള വെള്ളവും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കലിപ്പും അവളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം നമ്മളെത്താനായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരദൂരിലേക്കാണ് പോയത്. അവിടെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എടുക്കണമായിരുന്നു. അതിനും കൂടി ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷേങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കട അടച്ചിട്ടിരിക്കുകയാണ്. 2:30-ക്ക് ശേഷമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നമുക്കൊരു വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസം. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ പള്ളിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ